പർവ്വതനിരകളുടെ ആ അഗാധമായ നിശ്ശബ്ദതയിൽ, കാലപ്രവാഹം പോലും വഴിമുട്ടി നിന്ന ആ ഏകാന്തതയിൽ അയാൾ ധ്യാനലീനനായിരുന്നു. ലോകം അയാളെ മറന്നിരിക്കാം, പക്ഷേ ചരിത്രത്തിന് ഒരിക്കലും അയാളെ വിസ്മരിക്കാനാവില്ല. ആ മിഴികൾ തുറന്ന നിമിഷം മരവിച്ചുപോയ കാലം വീണ്ടും ചലിച്ചു തുടങ്ങി. സമയം സമാഗതമായിരിക്കുന്നു. അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിന്റെ നിലവിളി ആ ആത്മാവിൽ പ്രകമ്പനം കൊള്ളിച്ചു. ധ്യാനത്തിന്റെ പ്രശാന്തത വെടിഞ്ഞ് അയാൾ സമരവീര്യത്തിന്റെ പാത തിരഞ്ഞെടുത്തു. കാറ്റിനേക്കാൾ വേഗത്തിൽ ഒരു മിന്നൽ പിണർ പോലെ അയാൾ കുതിച്ചുയർന്നു. നിരാശയുടെ അന്ധകാരത്തിൽ മുങ്ങിയ ആ ഗ്രാമത്തിലേക്ക് വാനിൽ നിന്നൊരു കാവൽ മാലാഖയെ പോലെ അയാൾ താഴ്ന്നിറങ്ങി വന്നു. ഇതാ, പുരാതന പ്രവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ആ രക്ഷകൻ നമ്മുടെ കൺമുമ്പിൽ. മുട്ടുകുത്തരുത്, നട്ടെല്ല് നിവർത്തി എഴുന്നേൽക്കൂ. ഞാൻ നിങ്ങളുടെ രക്ഷകനായേക്കാം, പക്ഷേ ഞാൻ ദൈവമല്ല. നിങ്ങളുടെ കരുത്ത് മറ്റാരിലുമല്ല, അത് നിങ്ങളിൽ തന്നെയാണ്. മാസ്റ്റർ, ഞങ്ങളെ കൈവിടരുത്. ആ നരാധമന്മാർ ഞങ്ങളുടെ എല്ലാം കവർന്നു. ഞങ്ങൾ ശൂന്യമായി പോയി. ഈ യുദ്ധത്തിൽ ഞാൻ നിങ്ങളുടെ കവചമാകും. പക്ഷേ ഞാനില്ലാത്തൊരു നാളിൽ ഈ ഗ്രാമത്തെ ആരു കാക്കും? നിങ്ങളുടെ രക്ഷകർ നിങ്ങളിൽ നിന്ന് തന്നെ ഉദയം ചെയ്യണം. മാസ്റ്റർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതാ തയ്യാറാണ് ഈ മണ്ണിനായി പോരാടാൻ. അങ്ങയുടെ ആയോധന വിദ്യകൾ ഇവരെ പഠിപ്പിക്കണം. ഈ ഗ്രാമത്തിന്റെ കാവൽക്കാരായി ഇവരെ മാറ്റണം. നമ്മുടെ ശരിക്കുള്ള കരുത്ത് ഈ കുഞ്ഞുങ്ങളാണ്. ഇവരാണ് നാളത്തെ യോദ്ധാക്കൾ. ഒറ്റയ്ക്ക് പോരാടി ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ ഒരു യോദ്ധാവിന് കഴിയേക്കാം. എന്നാൽ 1000 യോദ്ധാക്കളെ സൃഷ്ടിക്കാൻ ഒരു ഗുരുവിനെ കഴിയൂ. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ക്രൂരതയുടെ ആൾരൂപം ഡോഗ്സി, അവന്റെ സംഹാരതാണ്ഡവം ഇപ്പോൾ മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത്. അവൻ വീണ്ടും വരും, ഈ മണ്ണിനെ ശ്മശാനമാക്കാൻ. കാട്ടിലി സ്റ്റോം ഓഫ് ജസ്റ്റിസ്. യഥാർത്ഥ പോരാട്ടം ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ.